ചില ആളുകളുണ്ട് എന്നെ പോലെ എവിടെ പോയാലും ചോറ് കഴിക്കണം. അപ്പോൾ പത്തനംതിട്ട ടൗണിൽ വന്നിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ലൊരു നാടൻ ഊണ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് ഏതാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡയറക്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോഴഞ്ചേരി റോഡ്, നേരെ പോവുകയാണെങ്കിൽ റാന്നി, ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കളക്ട്രേറ്റിലോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ആ റാന്നി റോഡ് നേരെ അങ്ങോട്ട് പിടിച്ചിട്ട് അവിടെ കുറച്ചങ്ങോട്ട് മുമ്പിൽ ചെല്ലുമ്പം നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് രുചിയിടം എന്ന് പറയുന്ന ഒരു നാടൻ ഫുഡ് സ്പോട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെയ്യാനെടുത്ത് നമ്മൾ ആ പള്ളിയുടെയും ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കടയുടെയും ഇടയിൽ കൂടെ കിടക്കുന്ന കോൺക്രീറ്റ് റോഡ് എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും സൈൻ ബോർഡുകളാണ് രുചിയിടം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ നമ്മൾ ആ ലെഫ്റ്റ് എടുത്ത് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലെ ആ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തും. അപ്പോൾ കാണുമ്പോൾ ഒരു വീട് മാതിരിയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്നു. പിന്നെ ആദ്യം ഇല വന്നു, പിന്നെ കൂട്ടാൻ വന്നു, ചോറ് വന്നു, സ്പെഷ്യലായിട്ട് ഇടിയിറച്ചി വന്നു, അത് കഴിഞ്ഞിട്ട് ചിക്കൻ പെരട്ട് വന്നു. ഇനി കഴിച്ചിട്ട് നല്ല ആസ്വദിച്ചൊന്ന് കഴിച്ചിട്ട് ബാക്കി വിശേഷം. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ 11:30 തൊട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ ലഞ്ച് സമയമാണ്. വൈകുന്നേരം ഒരു 6:30 തൊട്ട് 10:30 വരെ ഡിന്നറിൻ്റെ ടൈമാണ്. അപ്പം ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയല്ലേ, വേണ്ട ഫുഡൊക്കെ കഴിച്ച് പോയാൽ ഇത് ഗർഭിണനായി. അപ്പം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് കയറി കഴിയുമ്പോഴത്തേനും ആ പീക്ക് ലഞ്ച് ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. അത്യാവശ്യം ഫേമസ് ആയി വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ സ്റ്റാഫുകളെല്ലാം അടിപൊളിയാണ് കേട്ടോ, കോപ്പറേറ്റീവാണ്. ചാടി നിൽക്കും. ചേച്ചി ചോറ്, ചേച്ചി സാമ്പാർ, ചേച്ചി അച്ചാറെന്നൊക്കെ പറയുമ്പോൾ ഷടപടാന്ന് എടുത്തുകൊണ്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ആംബിയൻസ്, അതിനകത്തുള്ള എഴുത്തുകൾ, അന്യർക്ക് പ്രവേശനമാവാം. മനസ്സിലായില്ലേ? എപ്പോൾ വേണേലും പോയി കിച്ചൺ പോയി നമുക്ക് പോയി നോക്കാമെന്ന്. അപ്പോൾ അത്രയും നീറ്റ് ആൻഡ് ഹൈജീനിക്കാണ്. പിന്നെ തൊട്ട് മേളിൽ ഒരു ജ്യൂസ് കടയുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ആടാനൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം റെക്കമെൻഡബിൾ സ്പോട്ടാണ് കേട്ടോ. ഉച്ചയ്ക്ക് എന്നെപ്പോലെ ചോറ് കഴിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.